അപ്പോൾ നമുക്കിനിയിപ്പോൾ നമ്മുടെ UDF സ്ഥാനാർത്ഥിയാണ് നമ്മൾ കാണാത്തത് ഇതുവരെ. നമ്മൾ ഈ മണ്ഡലത്തിലൂടെ പര്യടനം നടത്തിയപ്പോൾ 2 സ്ഥാനാർത്ഥികളെ കണ്ടു. മൂന്നാമതായി UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുടത്തിൽ ഇതാ കടന്നു വരുന്നു. സ്ഥാനാർത്ഥി കൈയൊക്കെ തരുമോ? ഞാൻ കൈയൊക്കെ കൊടുക്കുന്ന ആളാണ്. കൈ കിട്ടാത്ത ഒരു പരിഭവം നമ്മൾ കേട്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. അതങ്ങനെയില്ല, അത് ഈ പ്രഹസനത്തിന് വേണ്ടിയിട്ട് കൈ കൊടുപ്പാണെങ്കിൽ ഞാൻ തരില്ലായിരുന്നു. എന്നുവെച്ചാൽ ചാനൽ ക്യാമറ കാണാൻ വേണ്ടിയിട്ടുള്ള ചാനൽ ക്യാമറ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് അങ്ങ് എന്നെ കാണുന്ന ആദ്യത്തെ കാഴ്ച, നമ്മൾ കൈ കൊടുക്കുന്നപ്പോഴാ ആദ്യത്തെ കൂടിക്കാഴ്ചയല്ല. ഇപ്പൊ ഞാൻ ശ്രുതിയെ കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച വേണം കൈ കൊടുക്കാൻ. അന്നേരം കൈ കൊടുക്കാതെ ചാനൽ ക്യാമറകൾ മാത്രം വരുമ്പോൾ കൈ ഒന്നും ഞാൻ കൊടുക്കില്ല. സാറിനോടുള്ള പിണക്കം ഇപ്പോഴും ഉണ്ടോ? പിണക്കമൊന്നുമില്ലല്ലോ, ഇതിങ്ങനെ ചെറിയ പിണക്കത്തിന്റെ വിഷയങ്ങളൊന്നുമല്ല. ഇത് വലിയ രാഷ്ട്രീയ പോരാട്ടമല്ലേ. നമ്മളൊരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആണോ? നിങ്ങളിൽ ആരാ വർഗീയതയ്ക്കെതിരെ പോരാടുന്നത്? അല്ല, അത് LDFനകത്ത് ഒരു വിഭാഗം ആളുകൾ ഞങ്ങളോടൊപ്പം പോരാടുന്നുണ്ട്, മറ്റൊരു വിഭാഗം ആളുകൾ BJPക്കൊപ്പം പോരാടുന്നുണ്ട്. സത്യത്തിൽ അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രസക്തിയോ അവരിപ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കല്ല, 2 പേർക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് എനിക്ക് വേണ്ടി നിലപാടെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്, കുറച്ച് ആളുകൾ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു മത്സരം നടക്കുന്നുണ്ട്. ഈ സന്ദീപ് വന്നത് എങ്ങനെയുണ്ട്? ഗുണം ചെയ്യുമോ? ഭയങ്കരമായിട്ട് ഗുണം ചെയ്യില്ല. കാരണം തുടക്കം തൊട്ട് ഇപ്പം ചെറുതും വലുതുമായ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇതങ്ങനെ ഒരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു വലിയ പോരാട്ടമാണ്. നമ്മുടെ ഈ പോരാട്ടം വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ആ ചേരിയിൽ നിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്ന ഒരാളെ ഇപ്പുറത്തേക്ക് കിട്ടുക എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതൊരു വലിയ പ്രത്യയശാസ്ത്രപരമായ. ഈ വർഗീയത എന്ന് എപ്പോഴും പറയല്ലോ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വർഗീയത എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലുണ്ടാകേണ്ടതല്ലേ, പുറമേ കാണിക്കുന്നത് മാത്രമല്ലല്ലോ. മനസ്സിലുണ്ടാകുന്നത് പൂർണ്ണമായി ഇല്ലാതായി എന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക? പറയാൻ കഴിയും. എന്താറിയോ, അതായത് ഈ ഒരാൾ വർഗീയമായി ചിന്തിക്കുന്ന ആൾക്ക് പ്രത്യയശാസ്ത്രപരമായൊരു പശ്ചാത്തലവും ആ പ്രത്യയശാസ്ത്രത്തിന് ഒരു പ്രസ്ഥാനത്തിൻ്റെ അകമ്പടി കൂടി ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ അതിനകത്തുണ്ടാകും. അയാൾക്ക് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മതേതര നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതിനകത്ത് കോൺഗ്രസിന് വലിയ റോളാണുള്ളത്. എനിക്ക് അടിസ്ഥാനപരമായൊരു മതേതര കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനകത്ത് എൻ്റെ നിരന്തരമായ ഇടപെടലുകൾ, അല്ലെങ്കിൽ എൻ്റെ വായന, എൻ്റെ പ്രത്യയശാസ്ത്രപരമായ ധാരണ, അതിനൊക്കെ വലിയ പ്രസക്തിയാണുള്ളത്. അത്തരത്തിൽ ഇപ്പോൾ ഒരാൾ വർഗീയ ചേരിയിൽ നിൽക്കുന്നു, ആ ആൾ മാറി വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഒരു ദിവസം കൊണ്ടുണ്ടാകും എന്നുള്ള ക്ലെയിം എനിക്കില്ല. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഒരുപാട് തിരുത്തലുകൾ വരുത്തണമെന്ന്. അദ്ദേഹം AK ബാലൻ പറഞ്ഞത് ട്രാൻസിഷന്റെ സ്റ്റേജിലാണ്. ക്രിസ്റ്റൽ ക്ലിയർ സഖാവ് എന്നൊക്കെ വിളിച്ചു, നമുക്ക് അതിലേക്ക് വരണം. മാഡത്തിന്റെ ഇന്റർവ്യൂവിലാണ് പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ സഖാവ്. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ചേരിയിലെത്തി. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. യോഗത്തിൽ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും. വേഗം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ സന്ദീപ് ഇങ്ങോട്ട് വന്നപ്പോൾ മാറി എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. വാർത്താ സമ്മേളനം സന്ദീപ് അത് പറഞ്ഞു. നിങ്ങളിപ്പോൾ പാണക്കാടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പാണക്കാട് നിന്ന് കിട്ടുന്ന സ്വീകാര്യതയാണ് മുഴുവൻ ന്യൂനപക്ഷത്തിന് സ്വീകാര്യത എന്നില്ലല്ലോ. കാരണം ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പ്രയോഗങ്ങൾ, ചർച്ചകളിൽ ആവേശപൂർവ്വം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ്. അതിലൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞാൽ കാര്യം പറയട്ടെ. അതായത് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ അപ്പുറത്ത് തന്നെ നിൽക്കട്ടെ, അത് തുടരട്ടെ, അത് പൂർവാധികം ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്നൊരു തീരുമാനം എടുക്കാം. അതല്ലെങ്കിൽ അയാൾ തിരുത്തപ്പെടട്ടെ എന്ന് തീരുമാനം എടുക്കാം. രാജ്യത്തിനും മതേതരത്വത്തിനും താല്പര്യം അല്ലെങ്കിൽ ഗുണം രണ്ടാമത്തെ കാര്യമാണ്. ആ രണ്ടാമത്തെ പാതയാണ് അയാൾ സ്വീകരിച്ചത്. അല്ല, ശ്രീ KMനും അത് ബോധ്യപ്പെടുമല്ലോ. അത് കൃത്യമായി ശ്രീ സന്ദീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ KM നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മുൻ PCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സന്ദീപ് എന്നോടൊപ്പം നിൽക്കുമ്പോൾ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, KMന് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടോ, ആ കൺസേൺ അദ്ദേഹം മാറ്റും. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒറ്റയടിക്ക് എല്ലാവർക്കും പൂർണ്ണമായി ഒരു തീരുമാനത്തോട് യോജിപ്പുണ്ടാകണം എന്നില്ല. അതുകൊണ്ടായിരിക്കും K മുരളീധരൻ ഞാൻ എന്ന ഭാവങ്ങളെ 3 ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. അത് 3 പേരെ, അത് നേരത്തെ ഇറങ്ങി വന്ന ഷാനിബൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു തൃത്വത്തെയാണ് ഉദ്ദേശിച്ചതെന്നാണ് പുറമെ ഇപ്പോൾ വിലയിരുത്തലുകൾ CPIM കേന്ദ്രങ്ങൾ പ്രധാനമായും നടത്തുന്നത്. അല്ല, KM എന്താ ഉദ്ദേശിച്ചത്? ഏറ്റവും മിനിമം KMന് പറയാനുള്ള അവകാശങ്ങളും കൊടുക്കണം. അദ്ദേഹം പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇട്ടല്ലോ ഞാൻ CPM കേന്ദ്രങ്ങൾ അനുമാനിക്കുന്നതിനപ്പുറം KM എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ. KMനോട് തന്നെ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഞാൻ അതിങ്ങനെ നിരന്തരമായിട്ട്. ഞാൻ ഇതിനകത്ത് ഈ KMന്റെ സ്റ്റേറ്റ്മെന്റുകളുടെ കഴിഞ്ഞൊരു ദിവസവും ഞാൻ പറഞ്ഞു, KMന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കാർഡ് ഞാൻ കണ്ടു, ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടു. ഞാൻ ആ പത്രസമ്മേളനം എടുത്ത് നോക്കുമ്പോൾ KM അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ക്ലാരിറ്റി വരുത്തും. അദ്ദേഹം ക്ലാരിറ്റി വരുത്തുമ്പോൾ നമുക്ക് അതിനോട് രാഹുലിന് ഒരു ബ്രേക്കിംഗ് കൊടുക്കാനുള്ള ഒരു അവസരം തരാണ്. ബ്രേക്കിംഗ് വാർത്ത, SDPI വോട്ട് ഞങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ ഇതിന്റെ വളരെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. വർഗീയമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ആളുടെ വോട്ട് എനിക്ക് വേണ്ട. അത് ഞാൻ വളരെ കൃത്യമായി, അല്ല ആരും ആയിക്കോട്ടെ,
ആരും ആയിക്കോട്ടെ, ആളുകളാണല്ലോ വോട്ട് ചെയ്യാൻ പോകുന്നത്, സംഘടന മാത്രമല്ല. തണുപ്പാണ്. ഇല്ല കുറച്ച് ചെറിയ കണക്ക്. അപ്പം ആളുകൾ താങ്ക് യു. ഇന്നത്തെ ലഞ്ചാട്ടോ. കാര്യമായിട്ട് കഴിച്ചോളൂ. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ഏതാ കഴിച്ചില്ല, കഴിക്കാനുള്ള സമയം കിട്ടി. അവസാന ദിവസങ്ങളല്ലേ അപ്പൊ അങ്ങനെ കഴിക്കേണ്ട. ഇത് നമ്മുടെ ചാണ്ടി സാറിനെ അനുകരിക്കുവാണല്ലോ. അതെ 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 അതെ. അതല്ല, അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾ മറ്റു സ്ഥാനാർത്ഥി, ഇതിപ്പം എന്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. നിങ്ങൾ മറ്റു സ്ഥാനാർത്ഥികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രധാനപ്പെട്ട ഉത്തരത്തിൽ നിന്ന് പോകരുത്, വേഗം പറയൂ, വേഗം പറയൂ. SDP യുടെ വോട്ട് വേണോ വേണ്ട? അല്ല, ഞാൻ വളരെ കൃത്യത, ഞാൻ ഇത് ആ പേര് പറഞ്ഞു, SDPI യുടെ വോട്ട് വേണോ വേണ്ട? കൃത്യമായിട്ട് ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ